ഒരുപാട് വിവാദമുയർന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സംഭവിച്ചത്. ഇപ്പോഴത്തെ പിയും അതുപോലെ തന്നെ ബോളിവുഡ് നടിയുമായ കങ്കണ റാവൂത്തിനെ CAF ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് സുരക്ഷാ പരിശോധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CAF കോൺസ്റ്റബിൾ കുൽവിന്ദർ കൗർ കങ്കണയെ ആക്രമിച്ചത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഒരു ആക്രമണം നടന്നത്. ആക്രമിച്ചത് എന്തിനാണെന്ന് പോലും അടി കിട്ടിയ ശേഷമാണ് കങ്കണ പോലും അറിയുന്നത്. 2020 കങ്കണ ഒരു പരാമർശം നടത്തിയിരുന്നു. പരാമർശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചാബിലെ ഈ കർഷക സമരത്തിൽ സ്ത്രീകൾ പങ്കെടുത്തത് 100 രൂപ വാങ്ങി എന്നുള്ളതാണ്. അതിനായിരുന്നു അവസരം കിട്ടിയപ്പോൾ കങ്കണയൊന്ന് പെരുമാറിയത്. ഇവിടെ അടി കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ആ സമരത്തിൽ ഈ കുർവിന്ദർ കൗറിന്റെ അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒറ്റ കാരണത്തിലാണ് കങ്കണയെ മർദ്ദിച്ചത്. ഈ 2 വർഷം മുൻപ് നടന്നൊരു പരാമർശത്തിൽ പക കൊണ്ട് നടക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥ. അവർക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു തമാശ. ഇവിടെ തികച്ചും മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് ആ ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയുന്ന വിവാദ വിഷയങ്ങൾക്കൊക്കെ പക വീട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ മന്ത്രിമാരും അടി വാങ്ങാതിരിക്കില്ല. എല്ലാവരും അടി വാങ്ങിക്കൂട്ടും അല്ലെ. അവർ ഇന്നൊരു MP ആണ്. അത് നമ്മൾ ആലോചിക്കണം. ഹിമാചലിലെ മണ്ടേലയിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബി സ്വദേശിയാണ് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ. ഇപ്പോൾ കുറച്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവര് ഒരു പഞ്ചാബി സ്ത്രീയാണ്. പഞ്ചാബി സ്ത്രീകളുടെ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ഭയങ്കരമാണെന്നും പക കൊണ്ട് നടക്കുന്നവരാണ് പഞ്ചാബികൾ എന്നുമുള്ള വാദങ്ങളായിരുന്നു ചില മാധ്യമങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള ഇവരുടെ പഞ്ചാബികളുടെ പകയെ വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ മരണം എടുത്തു നോക്കുകയാണെങ്കിലും, അതായത് ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതിനുള്ള ഒരു കാരണം എന്താണ്? 84-ലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ഇപ്പൊ സിഖ് മതക്കാരെ വ്രണപ്പെടുത്തിയിട്ടുണ്ടായിട്ടുള്ള ഒന്നായിരുന്നു. അതിന്റെ വൈകാരികമായിട്ടുള്ള പ്രതിഷേധമാണ് സ്വന്തം അംഗരക്ഷകനായിട്ടും സ്വന്തം മതത്തെ കളങ്കപ്പെടുത്തുന്ന രീതി കണ്ടപ്പോൾ ഉടനടി പ്രതികരിച്ചത്. ഇവിടെ സംഭവിച്ചതും അതുപോലെ ഒന്ന് തന്നെയാണ്. പണ്ട് നടന്നൊരു വിവാദ പരാമർശത്തിന് 3-4 വർഷത്തിന് ശേഷം പ്രതികാരം കൊണ്ട് നടക്കുന്ന എന്നുള്ളതാണ്. ഒരു പക്ഷേ സംഭവം എന്തായിരുന്നു എന്നുള്ളത് ആരും ഓർക്കുന്നു പോലുമില്ല. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനം അധികാരം കയ്യിലെടുക്കുകയും ഇതുപോലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ വിവാദങ്ങൾക്കും എല്ലാം പ്രതികരിക്കുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യത്തിന് യഥാർത്ഥത്തിൽ ദോഷം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കങ്കണയ്ക്കെതിരെ നടന്നത് തികച്ചും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്.